ആൾ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? ചാച്ചൻ്റെ പിപ്പി പിപ്പി ചാച്ചൻ്റെ ഓട്ടോ പിപ്പി പിപ്പി ചാച്ചൻ്റെ പിപ്പി പിപ്പി. എല്ലാവർക്കും നമസ്കാരം. RJ ബിൻസി തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് അതിലൊരു സോറി പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ വെറുതെ വിട്ടേനെ. പക്ഷെ നിന്റെ കൊണച്ച ഡയലോഗ്, ആ ഡയലോഗിന് 10 പറയാണ്ട് പോയി കഴിഞ്ഞാൽ ചാച്ചൻ്റെ പിപ്പി പിപ്പി. ഹോ, ഇവളെ കുന്തളിപ്പ് ബിഗ് ബോസിലേ കണ്ടതാണ് നമ്മൾ. അവിടെ നിന്നേ നോട്ട് ചെയ്തിട്ട സാധനമാണ്. എന്തായാലും ഇവളെയൊക്കെ അഹങ്കാരത്തിനും ചെയ്തു കൂട്ടിയതിനുള്ള കർമ്മയാണ് ഇപ്പോൾ ഓരോന്നായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്ന് RJ ബിൻസി, നീ എവിടത്തെ RJ ആണെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഒന്ന് അങ്ങോട്ട് ഏരിയയിലോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കാനാണ്. ഇങ്ങനത്തെ ഓരോന്നൊക്കെ അങ്ങോട്ട് പടച്ചിറങ്ങിക്കോളും. ചില മനുഷ്യർക്ക് ഈ കുറച്ച് പൈസയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഒന്നുമില്ലായ്മയിൽ കിടന്നിട്ട് കുറച്ച് പൈസയോ കാര്യങ്ങളൊക്കെ വന്ന് കുറച്ച് 10 ആളൊക്കെ തിരിച്ചറിയുമ്പോൾ അഹങ്കാരം, ഞാനെന്ന ഭാവം, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ നിന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നശിച്ചെന്നങ്ങ് കൂട്ടിയാൽ മതി. അങ്ങനെയുള്ള നശിച്ച് നാണാണത്താവാൻ പോകുന്ന ഒരു പാർട്ടിയാണ് ഈ പറയുന്ന RJ ബിൻസി. ഞാനെന്ന ഭാവം, ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ, അതൊരിക്കലും ഒരു മനുഷ്യന് നല്ലതല്ല. ഇവിടെയൊന്നും ഒരു കൊളാബിനോ ഒരു പ്രൊമോഷനോ ഒരു മറ്റേ ഉദ്ഘാടനത്തിനോ ഒരു തേങ്ങയ്ക്ക് ആരും വിളിക്കില്ല, ഒരു പട്ടിക്കുഞ്ഞു പോലും വിളിക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയാം. ഇതിനെയൊക്കെ വിളിച്ച് ഇതിൻ്റെയൊക്കെ അതിൽ 10 പൈസ വരുമ്പോൾ അല്പന ഐശ്വര്യം കിട്ടിയാൽ അവൻ അർദ്ധരാത്രിയും കുട പിടിക്കുമെന്ന് പറയുന്ന പോലെ നെഗളിപ്പിന്റെ പീക്ക് ലെവലിലുള്ള സാധനങ്ങളാണ്. ബിഗ് ബോസ് സീസൺ 7 ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. സ്വന്തം കയ്യിലിരിപ്പ് കാരണം നാട്ടുകാരെ മുഴുവൻ തള്ളക്ക് വിളി വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കയറി കൊടുത്തിട്ട് ചാച്ചന്റെ ആട്ടേക്ക് വിളി കേൾപ്പിച്ചു കൊടുത്തു. ആ ഒരു സെറ്റപ്പിലാണ് ഇവളൊക്കെ മാറിയിട്ടുള്ളത്. എന്തായാലും ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുന്നേ 2024 അങ്ങോട്ട് പോയിട്ട് ചച്ചി ഒരു കൊളാബ് തരുമോ എന്ന് പറഞ്ഞ് ഇരന്നിട്ട് അവരവസാനം കൊളാബ് കൊടുത്തപ്പോ ഇവക്ക് ചെയ്യാൻ വയ്യ. അയ്യോ ഞാൻ ആശുപത്രിയില്ല, പിന്നെ ചെയ്യാം, അന്ന് ചെയ്യാം, മറ്റൊന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വർഷം 2 കഴിഞ്ഞ് ഇതുവരെ അവൾ കൊളാബ് ചെയ്തു കൊടുത്തിട്ടില്ല. അങ്ങോട്ട് പോയതാണ്. അങ്ങോട്ട് പോയി അവർ പ്രോഡക്റ്റ് ഇങ്ങോട്ട് അയച്ചു കൊടുത്ത് അങ്ങനെ വാങ്ങിയ സംഭവമാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചാടേ, ഞാൻ ചെയ്തു തരാടേ. മലയൊന്നുമല്ല കേട്ടോ, മലന്ന് അയച്ചാലല്ലേ, മലന്ന് എനിക്ക് കൊളാബ് അറിഞ്ഞൂടാ. വല്ല പെർഫ്യൂമാ, പേനയൊന്നും വേണ്ട, ഞാനതൊന്നും ഉപയോഗിക്കത്തില്ല. എനിക്കെന്തിന് പേന? വല്ല പെർഫ്യൂമാ, ഷർട്ടാ, പാൻറ്റാ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ച് ഞാൻ വാങ്ങിച്ചിട്ട് നിനക്ക് കൊളാബ് എന്താന്ന് വെച്ച് ചെയ്തു തരാം. ചുമ്മാ അറിഞ്ഞിട്ട് എനിക്കിനി അതൊന്നും അയച്ചു തരണ്ട. കാരണം അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് തുണിക്കടയുടെ പ്രൊമോഷനൊക്കെ, ഞാൻ എടുത്തിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നാളെ ആ തുണിക്കടയിൽ വല്ല വള്ളിയും വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ നെഞ്ചത്ത് വരും. എന്തിന്? അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും എടുത്ത് പ്രൊമോട്ട് ചെയ്യാതെ പോകുന്നത്. ഓക്കെ, അപ്പൊ RJ ബിൻസിയിലോട്ട് വരാം. RJ ബിൻസി ഈ പറഞ്ഞതുപോലെ വലിയ വായ്ത്താളങ്ങളൊക്കെ അടിച്ച് ബിഗ് ബോസിൽ നിന്ന് നാട്ടുകാരെ തള്ളക്കുളി വാങ്ങിച്ചു കൂട്ടി അവളുടെ കുന്തളിപ്പിന് അവർക്ക് നല്ല തിരിച്ചടി കിട്ടുക എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2024 അങ്ങോട്ട് പോയി തെണ്ടി വാങ്ങിച്ച ഒരു പ്രൊമോഷൻ, അതായത് കൊളാബ് ചെയ്ത് തരാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി തെണ്ടി വാങ്ങി ഇവർ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇവള് പിന്നെ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ ഒഴിവ് പറയച്ചിലാണ് ഇവളുടെ സ്ഥിരം പരിപാടി. എന്നിട്ട് ഇപ്പൊ പറയുന്നു 300 ഗുണവേണ പ്രോഡക്റ്റ് അല്ലേ, എടി നിനക്കൊന്നും വിലയില്ലായിരിക്കും 300 ഗുണവ. പക്ഷേ നിന്റെ അപ്പൻ്റെ അടുത്ത് ചോദിച്ചു നോക്കണം 300 ഗുണവയുടെ വില എത്രയാണെന്ന്. കാരണം ഓട്ടോ ഓടി ജീവിച്ച് നിന്നെയൊക്കെ പോറ്റിയ വ്യക്തിയായിട്ടില്ലേ, ആ വ്യക്തിക്ക് ഒരു 300 രൂപയുടെ വില അറിയാമായിരിക്കും. നിനക്കറിയത്തില്ല, കാരണം നീയൊന്നും ഈ പറയുന്ന ചിലപ്പോൾ ദാരിദ്ര്യമോ കാര്യങ്ങളോ ഒന്നും അനുഭവിച്ചിട്ടില്ലായിരിക്കും. അപ്പൊ നിനക്കൊക്കെ പണത്തിന്റെ കുന്തളിപ്പ് ഉള്ളിൽ കയറും, സ്വാഭാവികം. ഈ ബിഗ് ബോസിലൊക്കെ പോയതിന്റെ ഫെയിമിന്റെയും ഈ ആൾക്കാർ 10 അറിയുന്നതിന്റെ അഹങ്കാരം, കുന്തളിപ്പ്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിനക്കൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്ന പരിപാടിയാണ്. പക്ഷെ നിന്റെ അപ്പൻ്റെ അടുത്ത് നീ ഒന്ന് ചോദിക്കണം 300 രൂപയുടെ വില, മനസ്സിലായോ? അതൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. എടാ 1 രൂപ നമ്മളെ കളഞ്ഞു പോയാൽ വിഷമിക്കും ഞാൻ, സത്യം, സീരിയസ്ലി. നമ്മളിപ്പോൾ അറിഞ്ഞ ഒരാൾക്ക് ദാനം കൊടുക്കുന്നത് പോലെ അല്ല 1 രൂപ നമ്മുടെ നിന്ന് കളഞ്ഞു പോകുന്നത്. അത് നമുക്ക് അത്യാവശ്യം നല്ല ഫീലിങ്സ് ഉണ്ടാകും. കളഞ്ഞു പോയില്ല, ഇത് എവിടെ പോയി കോപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു വിഷമം വരും. അത് പണത്തിന്റെ വില അറിയാവുന്നവരൊക്കെ അത് മനസ്സിലാത്തുള്ളൂ. ഒരു സമയത്ത് 5 പൈസ കയ്യിലെടുക്കാനില്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം പോലും വാങ്ങി തിന്നാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നവർക്ക്, അങ്ങനത്തെ ഒരു അവസ്ഥ ഫേസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ പൈസയുടെ വില അറിയാൻ പറ്റും. അല്ലാണ്ട് വീട്ടിൽ അപ്പന്റെ സമ്പാദ്യത്തിന് തിന്ന് ഞെളിച്ച് അപ്പൻ ഓട്ടോ ഓടിയത് വാങ്ങിച്ച് തിന്നുകൊണ്ട് ഞണ്ണിക്കൊണ്ട് നടന്നിട്ട് പിന്നെ ഏതൊക്കെ രീതിയിൽ പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ ഫെയിം കിട്ടിയ നിനക്കൊന്നും പണത്തിന്റെ വില മനസ്സിലാവത്തില്ല. മറ്റുള്ളവരോ 300 രൂപയുടെ കൊളാബല്ലേ, പോകാൻ പറ പുല്ല് എന്നുള്ള രീതിയിലോ ഞാൻ ഇപ്പൊ വേണേ അയച്ചുതരാം. അതല്ല, നീ അറ്റ്ലീസ്റ്റ് മാന്യത കാണിക്കേണ്ട, ഒരു സോറിയെങ്കിലും പറയണമെന്ന്. അതുപോലും പറയാത്ത നിന്നെയൊക്കെ വളർത്തി വെച്ചതിന്റെ ഗുണമെന്നും കൂടി വേണമെങ്കിൽ പറയാം കേട്ടാ. എന്തായാലും കൊള്ളാം. എന്തായാലും നമ്മുടെ ഒരു പേജുണ്ട്, ആ പേജാണ് ഇവളുടെ ഈ ഉടായ്പ. ഇഷാബൈ PK എന്ന് പറയുന്ന ഒരു പേജാണ് ഇവളുടെ ഉടായ്പിനെ അങ്ങോട്ട് പുറത്ത് വിടുന്നത്. ഇവരാദ്യം പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മൊത്തം ബിഗ് ബോസ് താരങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലായിരുന്നു ആ വീഡിയോ. കാരണം പേര് പറയുന്നില്ല, ബിഗ് ബോസ് താരം എന്നേ പറയുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാ ബിഗ് ബോസ് താരങ്ങൾക്കും നെഗറ്റീവ് ആവാൻ തുടങ്ങി. ആര് നിങ്ങൾ പേര് പറഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ വീഡിയോയിൽ ഒരു പേര് പറയുന്നുണ്ട്. ആദ്യത്തെ വീഡിയോ കാണാം.
ഈ ഒരു ലാസ്റ്റ് റീലിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ബാഡ് കൊളാബ് എക്സ്പീരിയൻസിനെ പറ്റി നമ്മൾ ഷെയർ ചെയ്തിരിക്കും. ആ ഒരു അനുഭവം ബാക്കി ബിസിനസ് പേജസുമായി ഷെയർ ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. ആളൊരു ബിഗ് ബോസ് താരമാണെന്നുള്ള ഒരു ക്ലൂ മാത്രമേ നമ്മൾ നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഒരാൾ മാത്രം ചെയ്ത തെറ്റിന് ബാക്കി ബിഗ് ബോസ് താരങ്ങളെയും ആളുകൾ സംശയിക്കില്ലേ എന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിരുന്നു. കുറച്ച് ബിഗ് ബോസ് താരങ്ങളും ആളെ റിവീൽ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് നേരിട്ട് മെസ്സേജ് അയച്ചിരുന്നു. സോ ഇറ്റ്സ് ടൈം ടു റിവീൽ ദ പേഴ്സൺ. തെറ്റ് ചെയ്യാത്തവരാരും ക്രൂശിക്കപ്പെടരുതല്ലോ. ഇതിന്റെ ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഈ ഒരു വീഡിയോ പാർട്സ് ആയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ആദ്യത്തെ പാർട്ട് ഇട്ടപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. ഇപ്പൊ ആർക്കും ഒരു പിടി കിട്ടാതായിപ്പോ. ഇതിന് മുന്നേ ഒരു പാർട്ടം കണ്ടിട്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് പിടി കിട്ടത്തില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ആരെയാണ് ഇവർ ഉദ്ദേശിച്ചത്. അങ്ങനെ രണ്ടാമത് ഒരു ക്ലിയർ കട്ടായിട്ട് ആരാണെന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റ് ഉൾപ്പെടെ പുറത്ത് വിട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട് ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന ആർജെ തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി എല്ലാം അപ്പപ്പോൾ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും സീൻ മാത്രം. ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച് ഒരു വീഡിയോ ഇടണമെന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട് അപ്പൊ തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു. സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, പിന്നെ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം, അതും ഈ വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട, ഇത്ര കാലമായില്ലേ. ഞങ്ങളെപ്പോലുള്ള ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചതിന് ആൾ ഒരു സോറി മെസ്സേജ് പോലും ഇതുവരെ അയച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഉളുപ്പില്ലാത്ത ബിൻസി, നീ പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി ഇറന്നിട്ട് അവർക്കത് ചെയ്തോ കൊടുത്തില്ല, അവർക്ക് അതിനുള്ള പൈസയും നീ കൊടുത്തില്ല. ഇനി അതൊന്നും പോരാഞ്ഞിട്ട് നീ ഒരു മാന്യത കാണിക്കണമായിരുന്നു. തെറ്റു പറ്റിപ്പോയി, അല്ലെങ്കിൽ സോറി ഇതെങ്കിലും പറഞ്ഞിരുന്നേ നിന്നെ വെറുതെ വിട്ടാന. പക്ഷെ നീ കാണിച്ചതാ ലോക കാട്ടവരായത്തനാണ്. എന്തായാലും ഈ രണ്ടാമത്തെ വീഡിയോ ഇട്ടിട്ട് ഈ ടീം ഇതിന് താഴെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കാം. ഇഷ ബൈ PK, ഒരു ചെറിയ ബിസിനസ് എന്നത് വെറും ഒരു ബിസിനസ് മാത്രമല്ല, അത് സ്വപ്നങ്ങളുടെ തുടങ്ങുന്ന ഒരു യാത്രയാണ്. ചെറുതായാലും വലുതായാലും ഓരോ സ്വപ്നത്തിലും അതിന്റെ സ്വന്തം വിലയുണ്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങളും ഈ യാത്ര അനുഭവിച്ചത്. ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം ഞങ്ങളെ തേടിയെത്തി. ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ആദ്യമായി ഒരു വീഡിയോ പങ്കുവച്ചപ്പോഴാണ് അവരിൽ നിന്നും ഒരു പ്രതികരണം ലഭിച്ചത്. പക്ഷെ ഇന്ന് വരെ ഒരു സോറി എന്ന വാക്ക് പോലും ഞങ്ങളിലേക്ക് എത്തിച്ചേരാത്തത് വളരെ വേദനാജനകമാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെപ്പോലെ തന്നെ നിരവധി ചെറിയ ബിസിനസ്സുകളുണ്ട്. ജ്വല്ലറിയായും മറ്റും ഞങ്ങളുടെ അനുഭവം പങ്കുവച്ചതിന് ശേഷം പലരും നേരിട്ട് മെസ്സേജ് ചെയ്ത് തങ്ങളുടെയും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവച്ച് അതെല്ലാം കേൾക്കുമ്പോൾ മനസ്സ് വളരെ ഭാരപ്പെടുന്നു. അതൊരു ഏറെ വിഷമിപ്പിക്കുന്ന സത്യമാണ്. എന്നിരുന്നാലും ഈ എല്ലാം കടന്ന് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെയാണ്. സ്വപ്നങ്ങളെ പിടിച്ചുപറ്റി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും കഴിയുന്നത്ര നമ്മുടെ പേജിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതിനകം തന്നെ ഞങ്ങൾ പിന്തുണച്ച ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഈ പേജുകാർ അതിന് താഴെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവരുടെ പേജ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നതാണെന്ന്. എനിക്ക് പ്രൊമോഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എങ്കിലും കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്കിത് വിശ്വാസമാണെങ്കിൽ അവിടെയൊക്കെ പോയി സാധനങ്ങളൊക്കെ നോക്കുക. ഞാൻ എന്താണെന്ന് പോലും നോക്കിയിട്ടില്ല, കാരണം ഇത് പെമ്പിളായിട്ട് സംഭവങ്ങളൊക്കെയാണ്, മറ്റേ മാലയും വളയും കമ്മലും ഒക്കെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. വേണമെന്നുള്ളവരൊക്കെ പോയി നോക്കുക, വേണമെങ്കിൽ വാങ്ങുക. ഇനി നാളെ ആരെങ്കിലും പറ്റിച്ചോണ്ട് പോയാൽ എന്നെ പറയുക. എനിക്കറിയത്തില്ല, ഞാൻ പ്രൊമോഷനൊന്നുമില്ല, ഞാൻ കണ്ടന്റിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതാണ് ആ പേജ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, അവൻ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുകയാണ്. എവിടെ, എനിക്ക് അവരോട്ടൊരു കോൺടാക്ട് പോലും ഇല്ല, ഞാൻ ഇന്നേ ഒരു കോൺടാക്ട് പോലും ചെയ്തിട്ടില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ പോയി നോക്കുക. ആൻഡ് ട്രഡീഷണൽ അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 500 രൂപ മുതൽ 3000 രൂപ വരെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലെന്ന് തോന്നുന്നു, നോ റിട്ടേൺ, അതൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇവയെ പറ്റിയിട്ട്. ഞാൻ ഈ ഒരു സംഭവം വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഓക്കെ, അവര് ഈ ബിൻസിയുടെ കുറച്ച് ചാറ്റ് സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് കൊടുക്കാം. ഹേ ആർ യു ലുക്കിംഗ് ഫോർ എ കൊളാബ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് ബിൻസി അയക്കുന്നത്, കണ്ടല്ലോ. യെസ്, വി ക്യാൻ സെൻഡ് യു അവർ ഏർണിംഗ് ഫോർ
ബാർട്ടർ കൊളാബ്. ഓക്കെ, ക്യാൻ ഐ ചൂസ് ഇറ്റ് ഫ്രം യുവർ പേജ്? യെസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ചൂസ് ചെയ്ത് ഈ ബിൻസി തന്നെ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. ഹേ അത് തന്നെ, അത് ഡേറ്റ് കണ്ടല്ലോ, ജൂൺ 2024 ഈ മെസ്സേജ് ബിൻസി ആദ്യമായിട്ട് അങ്ങോട്ട് അയച്ചിട്ട് അവരുടെ അടുത്ത് കൊളാബ് ചോദിക്കുന്നത്. കോണ്ടാക്ട് നമ്പർ ചോദിക്കുന്നു, കൈൻഡ്ലി മെസ്സേജ് ഹിയർ എന്നൊക്കെ പറഞ്ഞ് കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ ജടപടയെന്ന് നടക്കുന്നുണ്ട്. ഇത് അവർ ലാസ്റ്റായിട്ട് ഇട്ടിരുന്ന അതിൻ്റെ സ്റ്റോറി. സാധനമൊക്കെ കൊള്ളാമെന്നാണ്. ഇതെന്താ അരിഞ്ഞാണോ? ഇതല്ലേ, ഇത് അരിഞ്ഞാണോ? അല്ലല്ലേ, ഇത് മാലയാണെന്ന് തോന്നുന്നു. ഇത് മാല. ഓക്കെ, ഇതെന്താ സംഭവം? ഇനി അതിൻ്റെ നൂലുമല്ലാണ് അറിയാൻ പാടില്ല കേട്ടോ, എനിക്കിതിനെ പറ്റിയിട്ടൊന്നും തേങ്ങ അറിയത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ. ഗോൾഡൻ എലഗൻസ് വിത്ത് ഹിൻഡ് ഓഫ് ഫ്ലോൺ ശ്യാമ, അങ്ങനെ എന്തൊക്കെയാണ്. ഇത് പെമ്പിള്ളാർക്കൊക്കെ അറിയായിരിക്കും. നിങ്ങൾക്ക് ഇതിനെയൊക്കെ പറ്റിയിട്ട് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. നമുക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി ഇതെല്ലാം വന്ന സമയത്ത് ഈ ഒരു വിഷയം കുത്തിപ്പൊങ്ങിയപ്പോൾ വില കൂടി ആഭരണം വാങ്ങി കൊളാബ് ചെയ്യാതെ പറ്റിച്ചു ബിഗ് ബോസ് താരം ആർ ജെ ബിൻസി എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റിന് താഴെ ഇവിളിട്ടിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്. തള്ളുമ്പോൾ കുറച്ച് മയത്തിൽ തള്ളു, കൊള്ളാലോ. അതെ, 100 രൂപയുടെ കമ്മലും 150 രൂപയുടെ വയലും. എന്താ വയലാ? അത് താനം വയലും. എന്ത് തേങ്ങയാണോ വില കൂടിയത് എന്ന് ഉദ്ദേശിച്ചത്? എടി, നിനക്ക് നാണമുണ്ടോ? അവരെ കൊളാബെന്ന് പറഞ്ഞ് വാങ്ങി പറ്റിച്ചിട്ട് നിനക്ക് എങ്ങനെ പറയാൻ നാണമുണ്ടോ? 100 രൂപയുടെ സാധനം 150 രൂപ സാധനം നിനക്ക് നാണമുണ്ട്? എടി, 1 രൂപ പറ്റിച്ചാലും കള്ളം തന്നെ, കള്ളി തന്നെ. മനസ്സിലായോ? കൊണ അടിക്കാൻ നിൽക്കരുത്. നീ ചെയ്തിട്ടുള്ള പോക്കർ തന്നെയാണ്. എനിക്ക് അതാണ് ഞാൻ ഒട്ടും പിടിക്കാത്തത്. ഇവളെ കമന്റ് ഉണ്ടപ്പോൾ പിടിച്ച് ഉരയ്ക്കാനാണ് തോന്നിയത്. അമ്മാതിരി കമന്റാണ് ഇവൾ അടിച്ചു വെച്ചിട്ടുള്ളത്. 100-150 രൂപയുടെ സാധനം. അതെന്തുവാ 100-150 വിലയില്ല? നിനക്ക് വില കാണത്തില്ല. നിന്റെ അപ്പൻ്റെ അടുത്ത് കേട്ട് നോക്ക്. ഓട്ടോ ഓടി ജീവിക്കുന്ന ഓരോ ഓട്ടോക്കാരനും 100-150, 50, 30, 20 വില അറിയാം. മനസ്സിലായ? കൂടുതൽ കുണക്കരുത്. അത് വന്നിരിക്കുന്നു. ഈ കമന്റ് കാണുന്ന ആളുകൾ ആ പേജ് ഒന്ന് എടുത്ത് നോക്കണേ. അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് റീച്ച് ഉണ്ടാകട്ടെ. പിന്നെ റീച്ച് ഉണ്ടാക്കാൻ നിന്നെ മത്തങ്ങ. അതിനുവേണ്ടിയാണല്ലോ ഈ ആരോപണം നടത്തുന്നത്. സീരിയസ്ലി നീ ബിഗ് ബോസിൽ ആയിരുന്ന സമയത്ത് ഇവർ ഈ ആരോപണം എടുത്ത് അടിച്ചിരുന്നെങ്കിൽ നീ ഈ ഏറി കയറിയതൊന്നും ആയിരിക്കത്തില്ല ആ സമയം കയറുന്ന. അതിന്റെ അപ്പുറത്ത് നീ കയറി പോയേനെ. ഏത് അത്? പക്ഷെ അവരതൊന്നും ചെയ്തില്ല. അവർ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് 2 വർഷത്തോളം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു തേങ്ങയും നിന്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്തത് കൊണ്ടാണ് അവർ നൈസായിട്ട് എടുത്ത് അടിച്ച് അണ്ണാക്കി തന്നു വിട്ടിട്ടുള്ളൂ. ഒരു തെറ്റില്ല. ഇത് അന്നേക്ക് അടിയേണ്ടതായിരുന്നു. എന്തിന് നിങ്ങൾ ഇത്ര ലേറ്റായി? ഇവളെയൊക്കെ കുന്തളി അന്നും കൂടി ഇതും കൂടി ചേർത്ത് വെച്ച് തീർത്തേനെ ഉള്ള കാര്യം. ഈ വില കൂടിയത് എന്ന് പറയുമ്പോൾ ആ ചിരി വരുന്നത്. നിനക്ക് വില കാണത്തില്ലടി 100-150. എടി, നീയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ദിവസം നീ ഒരു 10 രൂപയുടെ വില നീ മനസ്സിലാക്കും. നീ ഒരു 10 രൂപ പോലും കയ്യിലെടുക്കാനില്ലാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നീ ഫേസ് ചെയ്യും. ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സീരിയസ്ലി ഫേസ് ചെയ്തിട്ടുണ്ട്. 5 രൂപ കുറവായതുകൊണ്ട് എനിക്ക് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചു തരാത്ത ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 5 രൂപയുടെ വിലയും അറിയാം എനിക്ക്. പക്ഷെ നീ ഒരു 10 രൂപയുടെ വിലയെങ്കിലും നീ ഒരു ദിവസം എവിടെയെങ്കിലും നിനക്ക് പൈസ ഇല്ലാതെ നിന്ന് നീ മൂഞ്ചി നിൽക്കുമ്പോൾ നീ പഠിക്കും. നിനക്ക് 100-150 വിലയില്ലല്ലേ? ശരി. അങ്ങനെ തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ എത്ര നല്ല പേജ് ഉണ്ട്. അങ്ങോട്ട് പോയി ഇരന്ന് കൊളാബ് ചോദിച്ചാൽ നീയാണ്. തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ നല്ല പേജ് ഉണ്ടെന്ന്. പിന്നെ നാണം ഉണ്ടാ നിനക്ക്? ഇല്ലെന്നറിയാം, വെറുതെ പറഞ്ഞതാണ്. അങ്ങോട്ട് പോയി ഇരന്ന് കൊളാബും ചോദിച്ച് സാധനം കയ്യിൽ കിട്ടിയപ്പോൾ അതും ഇട്ട് വിലസിക്കൊണ്ട് നടന്നിട്ട് കൊളാബ് ചെയ്യാന്ന് പറഞ്ഞ് പറ്റിപ്പും തട്ടിപ്പും നടത്തി അവരെ സാധനം ഒപ്പിച്ചെടുത്ത് മൂഞ്ചിച്ച് കൈ കൊടുത്തിട്ട് കൊണപാധികാരം പറയുന്നോ നീ? അയ്യ, നാണം ഇല്ലാത്ത സാധനം തന്നെ ഇതൊക്കെ. ചാച്ചൻ്റെ ഓട്ട എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ അങ്ങോട്ട് ഇറങ്ങിക്കോളും. തള്ളുമ്പോൾ മയത്തിൽ തള്ളണം കേട്ടോ നീ. ഇനി വേറൊരു പോസ്റ്റ്. ലേ ആർ ജെ ബിൻസി, അയ്യോ പോസ്റ്റ് ഇട്ട ചേട്ടൻ ചമ്മിപ്പോയി, എനിക്ക് നാണം ഉണ്ടെങ്കിൽ അല്ലേ അത് കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർ ജെ ബിൻസി തന്നെ, ആജി എന്നല്ലേ അവളെ, ബിൻസി തന്നെ ഈ സംഭവം എടുത്ത് ഷെയർ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് ഞാനൊന്ന് വായിക്കാം. തട്ടിപ്പോ കൂടിപ്പോയാൽ 300 രൂപയുടെ സാധനമാണ് അവർ 2024 കൊളാബിന് തന്നത്. കമ്മലും വളയും. അന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം നിനക്ക് ഇതുവരെ ആരോഗ്യ പ്രശ്നം തീർന്നില്ലേ? നിനക്ക് ഇതുവരെ ആരോഗ്യ പ്രശ്നം തീർന്നില്ലേ? തള്ളും വന്ന് തള്ള തേച്ച് പൊടി. പിന്നെ അല്ലാണ്ട് അവൾ തള്ളിക്കൊണ്ട് വന്നിരിക്കുന്നത്. കാരണം വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് അവരെ അറിയിച്ചതുമാണ്. പിന്നെ അവരോട് പേയ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അവർക്കിപ്പോൾ കണ്ടന്റ് വേണം, റീച്ച് വേണം. ആകപ്പാടെ ആ പേജിൽ റീച്ചുള്ള വീഡിയോ ഇത് മാത്രമാണ്. സോ ഇത് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കി അവർ ജീവിച്ചു പോട്ടെ. നീ എങ്കിൽ അവിടെ മാറി നിന്ന് നീയും ജീവിച്ചോ. എന്തായാലും നിന്നെക്കുറിച്ച് നല്ല പറഞ്ഞിട്ടല്ലല്ലോ, നിന്റെ ഉടായ്പ തന്നെ അല്ലേ അവർ എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. വാങ്ങിയ ആ സാധനത്തിന് പറഞ്ഞ് വാങ്ങിയല്ലോ, അങ്ങോട്ട് നാണമില്ലാതെ പോയി അങ്ങോട്ട് തെണ്ടി വാങ്ങിയിട്ട് പിന്നെ വന്നിരുന്ന് ഗുണവാദിക്കാരെ അടിക്കുന്നു. സൂപ്പർ, നീയൊക്കെ ഒന്നാം തരം സൂപ്പർ സാധനങ്ങൾ എന്നടേ ഉള്ള പറയാമല്ലോ. ഇത്രയും നിലവാരമില്ലാത്ത ടീമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനി അന്ന് ഇവള് തന്നെ ആശുപത്രി കിടക്കണം എന്നൊക്കെ പറഞ്ഞ് ഏതാ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അയ്യോ ഞാൻ പിന്നെ ആശുപത്രിയാൽ പിന്നെ അച്ഛോ ഇംഗ്ലീഷ്. ഓക്കെ. ഇനി വേറൊരു പേജുണ്ട്. വില കൂടി ആഭരണം വാങ്ങി പറ്റിച്ചു കൊളാബ് ചെയ്യാതെ പറ്റിച്ചു ബിഗ് ബോസ് താരം ആർ ജെ ബിൻസിക്കെതിരെ പ്രൊമോഷൻ തട്ടിപ്പ് ആരോപണം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വേറൊരു പേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് കൊടുക്കാം. അതിന് മുന്നേ അല്ലേ വേണ്ട പറഞ്ഞിട്ട് നിന്നെ രണ്ട് പറയാം.
വില കൂടിയ പ്രോഡക്റ്റ് അല്ല ഞങ്ങളുടെ പേജിലുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്തെന്നാൽ ഈ കൊളാബറേഷൻ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് തുടങ്ങിയത്, സത്യം. ഇപ്പോൾ അതിന് ഉത്തരവാദിത്തം എടുക്കുന്നതിന് പകരം ഞങ്ങളെ ചീപ്പ് ബിസിനസ് എന്നും ചെറിയ ബിസിനസ് എന്നും വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്ന രീതിയിൽ ആണ് പറയുന്നത്. എടി ബിൻസി, നിനക്ക് ഈ വില കുറഞ്ഞ സാധനം വിൽക്കുന്നവരെ നിനക്ക് ചിലപ്പോൾ പുച്ഛമായിരിക്കും ഇപ്പോൾ. പക്ഷെ അന്ന് 2024 നീ അങ്ങോട്ട് പോയി തെണ്ടി ചോദിച്ചിട്ടാണ് അവർ നിനക്ക് സാധനം അയച്ചെന്ന്. എന്നിട്ട് ഇന്ന് നിനക്ക് പുച്ഛം അവർ വില കുറഞ്ഞ സാധനം വിൽക്കുന്ന സ്ഥാപനം. അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരുണ്ട്, ചെറുതിൽ നിന്നും വലുതിലോട്ട് പോകുന്നവരുണ്ട്. നിനക്കൊക്കെ പുച്ഛമാണ്. നിന്നെയൊക്കെ പോലുള്ള സാധനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവനെയൊക്കെ മടൽ വെട്ടി അടിക്കണം. കാരണം നിനക്കൊക്കെ അഹങ്കാരമാണ്, കുന്തളിപ്പാണ്, ഞാനെന്ന ഭാവമാണ്, എന്തോ ആയെന്നുള്ള തോന്നലാണ്. നല്ലതല്ല മോളെ, നല്ലതല്ല. ഇതൊന്നും നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. ബിഗ് ബോസിൽ അനുമോളോട് കാണിച്ചിട്ടുള്ള എല്ലാ മറ്റേടുത്ത കോപ്രായത്തിനും നിനക്കൊക്കെ അണ്ണാക്കി അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ച് തന്നെ നാട്ടുകാർ അന്ന് പഞ്ഞിക്കിട്ടാണ്. എന്നിട്ട് നിന്റെയൊക്കെ അഹങ്കാരത്തിന് ആ ഒരു മാറ്റമില്ല. നീയൊക്കെ എന്തോ എന്നുള്ള ഭാവം തന്നെയാണ് നിന്റെയൊക്കെ ഉള്ളിൽ. നിന്റെയൊക്കെ ഉള്ളിലെ ഈ ഒരു നികളിപ്പം തോന്നലും ഒരിടത്തും എത്തത്തില്ല. ഉള്ള കാര്യം പറയാം. അതിന് ഉത്തരവാദിത്തം എടുക്കുന്ന ഞങ്ങളെ ചീഫ് ബിസിനസ് എന്നും ചെറിയ ബിസിനസ് എന്നും പറഞ്ഞ് വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഒരു സോറി പറയാൻ പോലും തയ്യാറായിട്ടില്ല. അതിനുള്ള വിവരവും ബോധവും പൊക്കണമൊക്കെ വേണ്ടേ? അതൊന്നും ഇല്ലടേ. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്. ഞങ്ങളൊരു സോൾ ബിസിനസ്സാണ്. ഓക്കെ, ആളുകൾ സാധ്യമാകുന്ന വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നൽകുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സാധനങ്ങളുടെ വില കുറവാണെന്ന് കാരണം കൊണ്ട് ആരും ഞങ്ങളെ പറ്റിക്കാൻ അവകാശമില്ല. ഇവൻ 1 രൂപയാലും അത് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഞങ്ങളൊരു സോൾ ബിസിനസ് ആണ്. We proudly call ourselves a small business because we know the effort, honesty and heart that goes into it every single day, and we stand strong with every other small business out there trying their best to grow with integrity എന്ന് പറഞ്ഞിട്ട് അവരൊരു കമൻ്റൊക്കെ അതിൻ്റെ താഴെ ഇട്ടിട്ടുണ്ട്. ചെറിയ ബിസിനസ്സും വലിയ ബിസിനസ്സിലും ഒന്നുമല്ല കാര്യം, നേറും നെറിയും വേണം. നേറും നെറിയും ഉണ്ടെങ്കിൽ അത് ബിസിനസ് ചെറുതായാലും വലുതായാലും ഒരു പ്രശ്നമില്ല. എന്നാൽ ഈ ബിൻസിയെ പോലുള്ള നേറും നെറിയും ഇല്ലാത്ത ടീമുകൾ, എന്ത് കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്ന കുറെ നാട്ടുകാരെ പറ്റിച്ച് മുഞ്ചിച്ച് ജീവിക്കുന്ന കുറെ ടീമുകൾ, ഇതിനെയൊന്നും ഒരിക്കലും നേറും നെറിയിൽ പെടുത്താൻ പറ്റത്തില്ല. നിനക്ക് പുച്ഛമായിരിക്കും ഈ പറയുന്ന പോലെ സാധനങ്ങൾ വില കുറച്ച് വിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നിനക്കിപ്പോൾ പുച്ഛമായിരിക്കും. പക്ഷെ നീ വന്ന സാഹചര്യം നീ ഒന്ന് ആലോചിക്കണം. ചാച്ചന്റെ ഓട്ടം എന്ന് പറയുന്നല്ലോ, ആ ഓട്ടോ ഓടിച്ച് അങ്ങേര് നിന്നെ ഈ നിലയിൽ എത്തിച്ചല്ലേ. എന്നിട്ട് നിനക്ക് സാധാരണക്കാരുടെ വില അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പണത്തിന്റെ കുന്തളിപ്പെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. സാധാരണക്കാരന്റെ വില അറിയണമെങ്കിൽ സാധാരണക്കാരനെ പോലെ നിൽക്കണം, ആ അനുഭവങ്ങൾ ഉണ്ടാവണം. നിനക്കൊന്നും ഒരു കുറവും വരുത്താതെ നിന്റെ തന്തയും തള്ളയും നിന്നെ വളർത്തി. അവസാനം നീ വളർന്നു കഴിഞ്ഞപ്പോൾ, നിനക്ക് പണം കയറിയപ്പോൾ നിനക്ക് സാധാരണക്കാരൻ്റെയും ഈ പറയുന്ന പാവപ്പെട്ടവൻ്റെയും ആ ഒരു അവസ്ഥ നിനക്ക് മനസ്സിലാവത്തില്ല. കാരണം നീ എന്തോ വലിയ സംഭവമല്ല. അങ്ങനെ നിൽക്കണം. ഒരു സിറ്റുവേഷൻ നീ എന്തെങ്കിലും ഫേസ് ചെയ്യും. ഇത് നീ നോട്ട് ചെയ്തിട്ടോ. നീ എന്തായാലും എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. നീ നോട്ട് ചെയ്തിട്ടോ. എന്നെങ്കിലും ഒരു ദിവസം നീ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യും. അതായത് കയ്യിൽ 5 പൈസ എടുക്കാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് ചിലപ്പോൾ നാട്ടുകാരറിയത്തില്ല, പക്ഷെ നീ അറിയും, ഒരു ദിവസം അറിയും. കാരണം ഇന്ന് നീ അവരെ ഈ പറയുന്ന പോലെ 10, 200, 300 സാധനം വിൽക്കുന്ന ബിസിനസ്സുകാരെന്ന് പറഞ്ഞ് താഴ്ത്തി കെട്ടിയതിന് നിനക്ക് കർമ്മ അടിച്ചിരിക്കും. അടിച്ചില്ലെങ്കിൽ നീ എൻ്റെ പേര് നിന്റെ പട്ടി ആർക്ക വേണം കിട്ടും, എന്തു വേണം ചെയ്തോ. നീ ഒരു ദിവസം അനുഭവിക്കും. നിന്റെ കയ്യിൽ ചിലപ്പോൾ വീട്ടിൽ പോയ പൈസ കാണുമായിരിക്കും, പക്ഷേ ഒരു 10 രൂപയുടെ കുറവെങ്കിലും കാരണം നീ കുറച്ച് ഇഷ്യൂ എപ്പോഴെങ്കിലും നീ ഫേസ് ചെയ്യും. അത് നീ ഓർത്താൽ മതി. അന്ന് നീ എന്നെ ഓർത്താൽ മതി കേട്ടോ. നിനക്ക് പുച്ഛമല്ലേ സാധാരണക്കാരെ? കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്നവരെ നിനക്ക് പുച്ഛമല്ലേ? അങ്ങോട്ട് പോയി ഇറന്നിട്ട് നീ ഇപ്പം ഇങ്ങോട്ട് ഗുണവധികാരം അടിക്കുന്നു. സബാഷ്. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പ്രേക്ഷകർ പറയാം. ഇവളെപ്പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യണോ? സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് സോറി പറഞ്ഞിരുന്നെങ്കിൽ ഈ കണ്ടന്റേ ഞാൻ എടുക്കത്തില്ല. പക്ഷെ നിന്റെ കുന്തളിപ്പ് കമന്റ്, ആ ഒരു 10, 100 ആ ഒരു വർത്തമാനം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ശരത്തിനൊക്കെ സുഖമല്ലേ? ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.